തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 9 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ഉച്ചസ്ഥായിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് തന്നെ പറയാം. നമ്മുടെ നാടിനെ ഇളക്കി മറിക്കുന്ന പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമ്പോൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും ഒക്കെ NDAയുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഒപ്പം സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട് നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. എന്തായാലും വിശദമായി തന്നെ നോക്കാം. ഓരോ വാർത്തകളിലേക്കും കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടുക്കി വണ്ണപ്പുറത്ത് LDF സ്ഥാനാർത്ഥിക്കെതിരെ പരാതി. 13ാം വാർഡ് LDF സ്ഥാനാർത്ഥി ലിജോ ജോസഫിനെതിരെയാണ് അംഗൻവാടി വർക്കർ പരാതി നൽകിയത്. അസഭ്യം പറഞ്ഞു എന്നതാണ് പരാതി. സംഭവത്തിൽ അംഗൻവാടി ഹെൽപ്പർ നബീസ പോലീസിൽ പരാതി നൽകി. ഞങ്ങളൊരു ജഡ്ജി വന്ന ആൾക്കാർ ഇത്തന്നെ പേടിപ്പിക്കാൻ ഞാൻ ആളല്ല. ഇന്നലെ വന്നു, നാളെ പോയി. എനിക്ക് ഞാൻ വോട്ട് ചെയ്യണത് എന്റെ ഇതല്ല, ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ഇയാക്കടെ സൗകര്യം. ഞാൻ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. എന്തിനാണ് ഞാനും ചോദിക്കണേ? നീ വെള്ളം അടിച്ചിട്ട് വന്നെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്നാ മതി. എന്തിനു പേടിപ്പിക്കണം? അതിന്റെ കാര്യങ്ങളില്ല. അല്ല നീ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്നാ മതി. അയച്ചു കൊടുക്കും. എന്നെ അവിടെ കയറ്റി ഇട്ടാ അതങ്ങനെ എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ നിങ്ങളുടെ വോട്ടും വേണ്ട, ഒന്നും വേണ്ടത്. എന്നാ ടീച്ചറും അല്ല, ഹെൽപ്പറാ. ഞാൻ പിള്ളേർക്ക് കഞ്ഞി വെച്ച് കൊടുക്കണ. ഇതെല്ലാം വീഡിയോ ചേച്ചോട്ടിക്കല്ലേ? ഇതെല്ലാം കൂടെ കുറച്ചെടുക്കിട്ട് അല്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്തോ? ഞാൻ CPM-കാരനാണ്. അതിനിപ്പോ ഞാൻ മുസ്ലിം ലീഗുകാരന് വർഗീയവാദിയല്ല. അതിനിപ്പോ ഞാനെന്താ വേണ്ട? മനസ്സിലാക്കിയാൽ മതി. നീ വെള്ളം അടിച്ചിട്ട് വന്ന് ഇവിടെ വന്ന് നീ പ്രശ്നം ഉണ്ടാക്കണം. എന്തിനാ ഞാൻ വെള്ളം അടിച്ചു ഞങ്ങൾക്കറിയാം. ഒരു മനുഷ്യനറിയാം. വണത്തിട്ട് ഇവിടെ നിൽക്കാൻ പാടില്ല. പിന്നെ വെള്ളം വിളിച്ചു കഴിഞ്ഞാൽ അവര് വരാതെയൊന്നും ഇരിക്കില്ല. വിളിച്ചോ, ഞാൻ നിൽക്കില്ലേ? അത്യാവശ്യമായിട്ടിരിക്കാം, വിളിക്കും. വിളിച്ച അവര് വരാതെയൊന്നും ഇരിക്കില്ല. ഒരു സ്ഥാപനത്തിന്റെ എന്നാ ഇങ്ങനത്തെ വൃത്തിയായിട്ട് വർത്താനങ്ങളല്ല ഈ പിള്ളേര് ഈ വാർഡിൽ നിന്ന് വിട്ടുപോയ ആളാ. മിനി അറിയുന്നതിന് മുമ്പ് ഇത്തന്നെ ഞാൻ അറിയണം. ഇത്തയുടെ മജിദിക്കാനും ഞാൻ അറിയുന്നതാണ്. ഇത്ത ഞാനുമായിട്ട് വർത്താനം പറഞ്ഞത് നല്ല രീതിയിലാണ്. എനിക്കറിയാലോ. എനിക്കിവിടെ കിടന്ന് അറിയാൻ പാടില്ല. എന്റെ മുന്നും പറഞ്ഞാൽ എനിക്ക് ഇവിടെ എനിക്കറിയാം. നിങ്ങളെന്റെ ബലാത്സംഗം ചെയ്യുന്ന എനിക്ക് പറയാലോ. ബലാത്സംഗം ചെയ്യാമോ? പെണ്ണിന് ബലാത്സംഗം ചെയ്യാം. അതുകൊണ്ടാണ് രാഹുല് തൂങ്ങിച്ചാവുക. ആണോ? എന്നാ പിന്നെ പലതവണ തൂങ്ങിച്ചാവേണ്ട വരണോ? എന്തായാലും കൊള്ളാം. വലിയ വ്യത്യസ്തമായ വോട്ട് പിടിക്കലാണ് ലിജോ ജോസഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അസഭ്യ വർഷവും ഒപ്പം തന്നെ ഭീഷണിയും ഒക്കെ മുഴക്കി വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് ലിജോ നടത്തിയത്. എന്തായാലും അവർ അംഗനവാടി ജീവനക്കാരിയായ അവർ അത് ഫോണിൽ പകർത്തുകയും ചെയ്തു. കൃത്യമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നബീസ പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലിജോയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വളരെ മാതൃകാപരമായ ഒരു വോട്ട് പിടിക്കലായിട്ട് കാണണം. ഇങ്ങനെയാണ് വോട്ട് പിടിക്കുന്നതെങ്കിൽ നല്ല റിസൾട്ട് തന്നെ അത് ഉണ്ടാക്കും എന്ന് പറയാതെ വയ്യ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF 55-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് K മുരളീധരൻ. പ്രചാരണത്തിന് UDF സ്ഥാനാർത്ഥികളുടെ വലിയ കട്ടൌട്ട് കാണാൻ കഴിയില്ല. CPM-ഉം BJPയും കേരളം മുഴുവൻ നടന്ന് കക്കുന്നത് കൊണ്ടാണ് കട്ടൌട്ടുകൾ ഉണ്ടാകുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ഇവിടെ ചില LDF-ന്റെ സ്ഥാനാർത്ഥിയുടെ കട്ടൌട്ട് കാണാം, BJP സ്ഥാനാർത്ഥിയുടെ കട്ടൌട്ട് കാണാം. നമുക്കുണ്ടാവില്ല. കാരണം അവർ രണ്ടുപേരും ഒരു വോട്ട് ഇന്ത്യ മുഴുവൻ കക്കുകയാണ്.
മറ്റേ കൂട്ടി കേരളം മുഴുവൻ കക്കുന്നു. അപ്പൊ അവര് കട്ടത് ഔട്ടായിട്ട് വരികയാണ്. അതാണ് കട്ടൗട്ടിന്റെ എണ്ണം അവരുടെ കൂടുതൽ. നമുക്കതില്ല, കാരണം നമ്മൾ കത്തുന്നില്ല, അതുകൊണ്ട് നമുക്ക് കട്ടൗട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥികളുടെ മനോവീര്യം, അവരുടെ കരുത്ത്, നമ്മുടെ പ്രവർത്തകരുടെ കരുത്ത്, പട്ടിണി കിടന്ന് പ്രവർത്തിക്കാനുള്ള നമ്മുടെ പ്രവർത്തകരുടെ കരുത്ത്, അതാണ് UDFന്റെ കൈമുതലെന്ന് അഭിമാനത്തോടെ പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. നമ്മൾ ഇതുപോലത്തെ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ 55-ൽ കുറയാത്ത സീറ്റുകൾ UDFന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 2026 മെയ് മാസത്തിൽ രാജ്ഭവനിൽ UDFന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞാൽ ആദ്യം ബൊക്കെ കൊടുക്കേണ്ടത് മേയർ എന്നുള്ള നിലയിൽ ശ്രീ ശബരിനാഥ് ആയിരിക്കണം. ഇപ്പോൾ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉള്ളത്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ നേട്ടമുണ്ടാകുമെന്നൊരു സാധ്യതയാണ് മുരളീധരൻ മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾ സഭ മനസ്സറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുമെന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം മേധാവി യുഹാനോൻ മാർ ദിദിയസ് കോറസ് മെത്രോപൊലിത്ത. സഭയ്ക്കുണ്ടായ മുറിവുകൾ വിശ്വാസികൾക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. സഭയ്ക്ക് എപ്പോഴും ഒരു നിലപാടേ ഉള്ളൂ, അത് സഭ മക്കളുടെ നിലപാടാണ്. സഭയുടെ മനസ്സറിഞ്ഞ് വിശ്വാസികൾ കൃത്യമായി അതാത് സമയത്ത് അവരുചിതമായി ചെയ്യുന്ന ഒരു രീതിയാണ് ഞങ്ങൾക്കുള്ളത്. മേളിൽ നിന്ന് ഞങ്ങൾ താഴോട്ട് അവർക്ക് നിങ്ങൾ ഇന്നത് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രവണത മലങ്കര ഓർത്തഡോക്സ് സുറിയാൻ സഭയിൽ ഇല്ല. പക്ഷേ സഭയുടെ യഥാർത്ഥ മനസ്സറിയാനുള്ള കഴിവ് മലങ്കര സഭ മക്കൾക്കുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾ മേളിലിരിക്കുന്നവർക്കും ഉണ്ട് എന്നുള്ളത് സ്നേഹപൂർവ്വം പറയും. കൊട്ടാരക്കര നഗരസഭയിലെ മുൻ ചെയർമാനെ ഇറക്കി LDF വാർഡ് തിരികെ പിടിക്കാൻ ശ്രമം നടത്തുമ്പോൾ സിറ്റിംഗ് വാർഡ് നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP. എന്നാൽ ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ പ്രധാന വാർഡായതിനാൽ ഒരു പൂജാരിയെ രംഗത്തിറക്കി വാർഡ് പിടിക്കാനുള്ള ശ്രമം UDFും നടത്തുന്നു. വാർഡിന്റെ വികസന തുടർച്ചയ്ക്കും വാർഡ് നിലനിർത്താനുമായിട്ട് സിറ്റിംഗ് കൗൺസിലറെ തന്നെയാണ് BJP മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വോട്ടാക്കി മാറ്റാം എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് സവിത വോട്ട് തേടിയെത്തുന്നത്. പ്രചരണം നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ 3-4 റൗണ്ടെല്ലാം വീട് പ്രചരണം കഴിഞ്ഞു. ആത്മവിശ്വാസത്തോടെ പ്രചരണം നടത്തുന്നു. ഒരാശങ്കയില്ല. കാരണം നമ്മൾ കഴിഞ്ഞ 5 വർഷം എല്ലാ വീട്ടിലും എല്ലാവരോടും ഒപ്പം നമ്മളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് എല്ലാവരുടെയും കൂടെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റി. സേവാഭാരതിയോടൊപ്പം ചേർന്ന് സാനിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റി. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും ഈ 5 വർഷക്കാലവും ഓരോ വീട്ടിലും ഒരു അംഗത്തെ പോലെ തന്നെ നമ്മളുണ്ടായിരുന്നു. അപ്പോൾ ആ ആത്മവിശ്വാസത്തിലാണ് ഈ പ്രാവശ്യവും നിൽക്കുന്നത്. അവരുടെ വീട്ടിലെ ഒരു സഹോദരി അല്ലെങ്കിൽ മകള് എന്ന രീതിയിൽ എല്ലാവരും ചേർത്ത് നിർത്തുന്നുണ്ട്. LDFന് തുടർച്ചയായി വിജയങ്ങൾ സമ്മാനിച്ച കൊട്ടാരക്കര നഗരസഭയിലെ പ്രധാനപ്പെട്ട ഒരു വാർഡാണ് 29-ാം നമ്പർ ചന്ദ്ര വാർഡ്. കഴിഞ്ഞ ടൈമിൽ BJP സ്ഥാനാർത്ഥി 11 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ വാർഡ് സ്വന്തമാക്കിയത്. ഇക്കുറി ചന്ദ്ര വാർഡ് തിരികെ പിടിക്കാനായി LDF സ്ഥാനാർത്ഥി SR രമേശിനെയാണ് മുന്നിട്ട് ഇറക്കിയിരിക്കുന്നത്. കൊട്ടാരക്കര നഗരസഭയുടെ മുൻ ചെയർമാൻ കൂടിയാണ്. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ധനമന്ത്രി KN ബാലഗോപാൽ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിയാണ് വോട്ടഭ്യർത്ഥന നടത്തുന്നത്. BJPയുടെ സിറ്റിംഗ് വാർഡ് അതിനുമുമ്പ് ഞാൻ ഇവിടെ മത്സരം ജയിച്ച വാർഡാണ്. ഏറ്റവും നല്ല ഭൂരിപക്ഷം ജയിച്ച വാർഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ഒരു വ്യത്യാസത്തിലാണ് BJP ഇവിടെ ജയിച്ചത്. നിശ്ചയമായും അക്കാര്യത്തിൽ BJPയെ മറികടന്നുകൊണ്ട് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പരിപൂർണ്ണ വിശ്വാസം. അപ്പോൾ നിശ്ചയമായും ഈ കഴിഞ്ഞ 5 വർഷക്കാരുടെ ഇടയ്ക്ക് 2 വർഷക്കാലം നഗരസഭയുടെ ചെയർമാൻ എന്ന ചുമതല നിർവഹിക്കാൻ വേണ്ടിയുള്ള കഴിഞ്ഞു. ആ ചുമതല ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് പ്രതിദാനം ചെയ്യുന്ന പടിഞ്ഞാറ്റിങ്കര വാർഡ് അടക്കം എല്ലാ കൊട്ടാരക്കര നഗരസഭയിൽ പൊതുവായി എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും സജീവമായ നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. UDF സ്ഥാനാർത്ഥിയായി RSPയിലെ S മോഹനനാണ് മത്സരരംഗത്തുള്ളത്. ക്ഷേത്രനഗരിയിൽ ഒരു പൂജാരി മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. വാർഡിലെ ഇടത് BJP ഭരണത്തിൻ്റെ
വികസന മുരടിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കാനായി എത്തിയിരിക്കുന്നത്. നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രാഷ്ട്രീയക്കാരനാവാൻ എനിക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് കിട്ടി. എന്നിരുന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ഫീൽഡല്ലായിരുന്നല്ലോ. എന്നിരുന്നാലും ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. തിരുമേനി പോലെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വരാറില്ല. എന്തായാലും തിരുമേനി വന്നല്ലോ. നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഭയങ്കര സന്തോഷം, നല്ലൊരു പ്രതികരണം എനിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ളൊരു ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. മുനിസിപ്പാലിറ്റിയുടെ ആ ഭാഗത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം മാക്സിമം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ആ കാര്യത്തിൽ എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകും. എങ്ങനെയുണ്ട് ഒരു പ്രതികരണം? നല്ല സന്തോഷം. ഇറങ്ങിയെടുത്തെല്ലാം നല്ല പ്രതികരണം. തിരുമേനി കൂടെ നിൽക്കണേ, തിരുമേനി നമ്മൾ എന്ത് വിളിച്ചാലും തിരുമേനി വരണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവരുടെ അടുത്തെല്ലാം ഞാൻ എപ്പോഴും കാണും. കൊട്ടാരക്കര നഗരസഭയിൽ ശക്തമായ മത്സരം നടക്കുന്ന ചന്ദ്ര വാർഡിൽ LDF പിടിച്ചെടുക്കുമോ അതോ BJP ഭരണം നിലനിർത്തുമോ? ഇതൊന്നുമല്ലാതെ RSP മുന്നേറ്റം കുറിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ആര് ജയിച്ചാലും വാർഡിൻ്റെ വികസനമാണ് ജനങ്ങൾക്ക് പ്രധാനം. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴ തോട്ടപ്പള്ളിയിലേക്കാണ്. കഴിഞ്ഞ ഭരണകാലയളവിൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സമര പോരാട്ടങ്ങൾ നടന്ന ഇടമാണ് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി. തീരം നഷ്ടപ്പെട്ട ജനതയുടെ ആത്മരോഷം ഓരോ ഇടങ്ങളിലും പ്രകടമാണ്. ഖനന മേഖലയിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നോക്കാം. ന്യൂസ് 18 റിപ്പോർട്ടർ ശരണ്യ സ്നേഹിതൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ന്യൂസ് 18 വാർത്താ സംഘം ഇപ്പോഴുള്ളത് ആലപ്പുഴ തോട്ടപ്പള്ളിയിലാണ്. അതായത് തോട്ടപ്പള്ളി പൊഴിമുഖമാണ് എനിക്ക് പിന്നിലായി കാണുന്നത്. തോട്ടപ്പള്ളി ഹാർബറിൻ്റെ ഭാഗമാണിത്. ഇപ്പോഴും ഇവിടെ കഴിഞ്ഞ ഒക്ടോബർ വരെ മണ്ണെടുപ്പ് തുടർന്നിരുന്നു എന്നുള്ളതാണ്. അതിനിയും തുടരും എന്നുള്ളതാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും വേദിയായ തോട്ടപ്പള്ളിയാണ് ഇത്. ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരുപക്ഷെ ഇത്രയധികം നാൾ നീണ്ട ഒരു സമരം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. 1600 ദിവസങ്ങൾക്ക് മേലായി തോട്ടപ്പള്ളിയിലെ ജനത അവരുടെ മണ്ണും ഭൂമിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമര പോരാട്ടത്തിലാണ്. ആ സമരത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ 1600 ദിവസം നേരിടുന്നൊരു സമരം കൂടി എത്തിയിരിക്കുന്നു. സാറ്, വലിയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായൊരു സ്ഥലമാണ് തോട്ടപ്പള്ളി അല്ലേ? ഇപ്പോൾ തോട്ടപ്പള്ളിയുടെ ഈ സമരം 1600 ദിവസങ്ങൾക്ക് മേൽ പിന്നിടുകയും ചെയ്യുന്നു. ഒരു കാലം ഒരുപാട് പോയി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ നോക്കിക്കാണുന്നു? കാരണം തോട്ടപ്പള്ളിക്കാർക്ക് അത്രയധികം സങ്കടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായ ഒരു കാലഘട്ടമാണ്. 1631 ദിവസം പിന്നിടുകയാണ് ഇന്ന്. ഇത്രയും ദിവസം പിന്നിടുമ്പോൾ നമ്മൾ നടത്തിയ ഐതിഹാസികമായ സമരങ്ങളും നിയമ പോരാട്ടങ്ങളും എല്ലാവരുടെയും മനസ്സിൽ ഒരു വിങ്ങലായിട്ട് അവശേഷിക്കുകയാണ്. ഞങ്ങൾ കണ്ടതിനൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങളിൽ വലിയൊരു പ്രതിഷേധം ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ 2002, 2004 കാലഘട്ടത്തിൽ ഖനനത്തിനെതിരായി നിലപാട് സ്വീകരിച്ച LDF ഗവൺമെൻറ് വലിയ ആരാധനയോടുകൂടിയാണ് LDFനെ അന്ന് ജനങ്ങളെ നെഞ്ചിലേറ്റിയത്. അവർ ഭരണത്തിൽ വന്നപ്പോൾ ഖനനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് നീതീകരിക്കാനാവാത്ത ഒരു പ്രശ്നം. ഈ തീരത്തൊട്ടാകെ 736 വീടുകളാണ് പോയത് 7 പഞ്ചായത്തുകളിലായി. കുട്ടനാട് ഇപ്പോൾ ഒന്ന് സഞ്ചരിച്ചേ, ഇപ്പം ഭയങ്കരമായ വേലിയേറ്റം, ഉപ്പുള്ള വേലിയേറ്റം നടന്നിട്ട് മട വീഴുകയാണ്. അപ്പർ കുട്ടനാടിലെ കർഷകരെല്ലാം അവരുടെ കൃഷി നശിച്ചു. നെല്ലിന് വിലയില്ല. കഴിഞ്ഞ ദിവസം ഒരു കർഷകൻ പറഞ്ഞത് മറ്റ് പണി അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് കൃഷി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പർ കുട്ടനാടിലെ നെല്ലെടുക്കാൻ കമ്പനികൾ വരുന്നില്ല, ക്വാളിറ്റി ഇല്ല. കാരണം എന്താ? ഇപ്പോൾ ഈ പൊഴിമുഖത്തോട്ടം നോക്കിക്കേ, ഈ വലിച്ച് കീറി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് അടഞ്ഞിരിക്കേണ്ട സ്ഥലമാണ്, അത് തുറന്ന് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഇപ്പോൾ വൃശ്ചിക വേലിയേറ്റമാണ്. ഈ വൃശ്ചിക വേലിയേറ്റത്തിലൂടെ കഠിനമായ അളവിൽ ഈ സാൾട്ട് വാട്ടർ, ഈ ഉപ്പുവെള്ളം കയറിയിട്ട് പള്ളാത്തുരുത്തി ഭാഗത്തൊക്കെ ഉപ്പ് നോക്കിയാൽ 14 ppm മേലെയാണ്. 2 ppm മേലെ വന്നാൽ കൃഷി ചെയ്യാൻ പറ്റൂല. ഒരു പക്ഷേ കുട്ടനാടെന്ന് പറയുന്ന ഒരു പ്രദേശം കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറും. അതുകൊണ്ട് ഇവിടെ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറയണം. അവരുടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അവർ പറഞ്ഞില്ലെങ്കിൽ അവർ ഖനനാനുകൂലിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വോട്ടർമാർ, ജനാധിപത്യത്തിൽ ഒരു വോട്ടറിന് കിട്ടുന്ന ഏറ്റവും വലിയ അവകാശമാണ് അത്. ഖനനാനുകൂലികൾക്ക് ഞാൻ വോട്ട് ചെയ്യത്തില്ല എന്ന് തീരുമാനമെടുത്തില്ലെങ്കിൽ
ഒരുപക്ഷെ ആലപ്പുഴ ജില്ല നാളെ ഇവിടെ കാണൂല. അതുകൊണ്ട് ഈ നമ്മുടെ പൗരാവകാശമാണ്, ജനാധിപത്യത്തിലെ ഒരു പൗരാവകാശമാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. ആ വോട്ട് ഖനനാനുകൂലികൾക്കില്ല എന്ന് ഓരോ വോട്ടറും തീരുമാനിക്കത്ത തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലും ഞങ്ങളിത് തീരത്തൊട്ടാകെ ഉയർത്തി, അതിൻ്റെ ഫലം കണ്ടു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലും ഈ തീരത്തൊട്ടാകെ ഈ ലോകത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതി, പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനം ജനങ്ങളുടെ മുന്നാകെ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഈ മണ്ണ് എടുത്തോണ്ട് പോകുന്ന നിർത്തണം, അതാണ് മെയിനായിട്ട് വേണ്ടത്. അതെല്ലാവരോടും പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. അമ്മയടുത്ത് ആണോ നിൽക്കുന്നത്, ഇലക്ഷന് നിൽക്കുന്നത്. ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ? ആരാ നിൽക്കുന്നേ? ഹസ്ബൻഡ്. ഏത് പാർട്ടിയിലാണ്? കോൺഗ്രസിന്റെ. ഇത് നോക്കി അങ്ങോട്ട്, ഇലക്ഷന് നിൽക്കുന്ന ആളുടെ ഭാര്യയാണ് ഇരിക്കുന്നത്. ഇത്തവണ അയ്യോ ഏത് വാർഡാ? 9ാം വാർഡ്. അപ്പോൾ ഈ കരിമണൽ ഖനനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഇപ്പൊ ഇനി അടുത്ത പഞ്ചായത്ത് വരുമ്പോൾ അങ്ങനെ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ആഞ്ഞു പിടിക്കുക, കോൺഗ്രസ് വരട്ടെ എന്നും പറഞ്ഞു. ഇപ്പം മണ്ണ് കുഴിച്ച് ഞങ്ങളുടെ ജീവിതം കൂടെ കുഴിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറയുന്നത് ഇപ്പം കുറേ കാലം കഴിയുമ്പോൾ ഞങ്ങളൊക്കെ ഈ മണ്ണിനടിയിലോട്ടങ്ങ് പോകും, കടലിൻ്റെ അടിയിലോട്ടങ്ങ് പോകും. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ അത് മാറണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് ഞങ്ങൾക്ക്. കരിമണൽ മത്സ്യത്തൊഴിലാളികളുടെ നാശത്തിൻ്റെ ഒരു കാരണമാണ്. കാരണം നിങ്ങൾ ഈ കാണുന്ന ഈ ദ്വീപ്, ഈ കായലെന്ന് പറയുന്നത് ഈ പ്രദേശം മുഴുവൻ മണ്ണുകൾ വലിച്ചു മാറ്റിയിരിക്കുക. ഞങ്ങളെ ഈ വള്ളങ്ങളൊക്കെ ഈ അപകട അവസ്ഥയിലാണ് ഏറ്റവും വലിയ. കരിമണൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനിച്ചു വളർന്ന ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇവിടെ വസിക്കുന്ന ഞങ്ങൾക്ക് ഇവിടം കൊണ്ട് ജീവിക്കാൻ പറ്റും. ഇവിടെ നിന്ന് മാറി താമസിച്ചാൽ ഞങ്ങൾക്ക് മറ്റു തൊഴിലറിയില്ല. അപ്പോൾ ഇവിടുത്തെ ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ്. അതുകൊണ്ട് തന്നെ ഈ തീരദേശത്തിന് ജീവിക്കേണ്ടതാണ് അനിവാര്യം. എത്ര ആളുകൾക്ക്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇവിടെ? ഇവിടെ അമ്പലപ്പുഴ താലൂക്കിൽ ഏകദേശം ഒരു 1000-ലധികം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1000-ലധികം അമ്പലപ്പുഴ താലൂക്ക്. ഞാൻ ധീവരസഭയുടെ അമ്പലപ്പുഴ താലൂക്കിന്റെ പ്രസിഡന്റാണ്. എന്ത് മറുപടിയാണ് നൽകുന്നത്? ഇപ്പോൾ ഇലക്ഷൻ ആയിട്ടുണ്ടല്ലോ, എല്ലാവരും വോട്ടൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. ഇതിനൊക്കെ, ഈ നഷ്ടങ്ങൾക്കൊക്കെ എന്ത് മറുപടിയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നത്? വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നമുക്കറിയാം. UDF ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് കരിമണൽ ഖനനം ഉണ്ടായിരുന്നു. ആ സമയത്ത് LDF മുന്നണി സമരം ചെയ്തു. LDF ഗവൺമെന്റ് വന്നതും നമുക്ക് ശരിക്കും കരിമണൽ ഖനനം അവസാനിപ്പിക്കാം എന്നുള്ള വാഗ്ദാനത്തിലാണ്. പക്ഷേ LDF ഗവൺമെന്റ് വന്നപ്പോഴും അതിൽ പൂർവാധികം ഭംഗിയായി വളരെ കാര്യമായ രീതിയിലാണ് കരിമണൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളെ സമീപിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരിമണൽ ഖനനം അവസാനിപ്പിക്കാം എന്നുള്ള പാഴ്വാക്കുകൾ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു വെള്ളത്തിൽ വരയായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. വിശ്വാസത്തിലെടുക്കുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ, തീരദേശവാസികൾ ഇവരുടെ വാക്കുകളൊന്നും വിശ്വാസത്തിലെടുക്കാൻ സാധിക്കത്തില്ല. കാരണം എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുകയാണ്. അതായത് ഞങ്ങളുടെയൊക്കെ ആണുങ്ങൾ കടലിൽ മീൻ പിടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ മണ്ണെടുപ്പ് കാരണം ഒരു മത്സ്യം പോലും ഇല്ല. ഇപ്പം ഒരു 1.5 വർഷം കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പണിയുമില്ല. ഈ മണ്ണെടുപ്പാണ് ഇതിൻ്റെ കാരണമെന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. പിന്നെ ഈ തീരത്ത് താമസിക്കുന്ന ഞങ്ങൾ ഈ തീരം വിട്ട് പോയാൽ ഞങ്ങളുടെ ജീവന് ഭീഷണിയാണ്. കാര്യം ജീവിക്കാൻ മാർഗ്ഗമില്ല. അതുകൊണ്ട് വോട്ട് സജീവമായി ആർക്ക് ചെയ്യണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഈ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സമയം തെരഞ്ഞെടുപ്പ് കാലം തന്നെയാണല്ലോ. അപ്പോൾ വരുന്ന ആളുകളോട് നിങ്ങൾ ഈ വിഷയങ്ങൾ പ്രത്യേകിച്ച് ഇടത് മുന്നണിയുടെ ആളുകളായി എത്തുന്നവരോട് നിങ്ങൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടോ? ഈ സംബന്ധിച്ച് എന്തെങ്കിലും ഉറപ്പ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നുണ്ടോ? ഉറപ്പൊന്നും അവരാരും നൽകുന്നില്ല. അതുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്യണ്ട എന്നുള്ള മനസ്ഥിതി എത്തിയിരിക്കുകയാണ്. കാര്യം ഞങ്ങളുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾ ആരെയും വിജയിപ്പിക്കേണ്ടെന്ന് കരുതുന്നു. കാര്യം ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇതിന് സമരത്തിലേക്ക് പോയിട്ട് ഒരു മറുപടിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതിനൊരു പര്യവസാനം ഉണ്ടാകുമെന്നുള്ള ആണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് ഒരു പര്യവസാനം ഉണ്ടായില്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തത് ഞങ്ങൾ കാണിച്ചു കൂട്ടും. എന്തിനാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്? ഈ കടപ്പുറ ഏരിയയിൽ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ജീവൻ്റെ കാര്യത്തിന് ഒരു ഉത്തരവാദിത്വം ഈ സർക്കാർ, ഏത് സർക്കാർ ഇനി വന്നാലും അവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇതല്ലായിരിക്കും ഇനി കാണിക്കുന്നത്. ഞങ്ങൾ ആരെങ്കിലും മരിക്കാൻ തയ്യാറാകും. എന്തൊക്കെ നഷ്ടങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ഖനനം മൂലം ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? എത്രയോ വീടുകളില്ലാതായി, എത്രയോ പേർക്ക് മീൻ പിടിക്കാൻ പോയാൽ മീനും കിട്ടുന്നില്ല, ഒന്നുമില്ലാതെ മത്സ്യത്തൊഴിലാളികളെല്ലാം മരണത്തിലേക്ക്
പോകുക. കിട്ടുന്ന മീനുമില്ല, വിലയുമില്ല, ഇതിലെ പോകാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഴ്ചകളാണ് ഈ മണ്ണെടുപ്പിലൂടെ ഉണ്ടാകുന്നത്. ഒരുപാട് സമരങ്ങൾക്ക് തോട്ടപ്പള്ളി വേദിയായിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്നൊരു മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ വോട്ട് ചോദിച്ചെത്തുന്ന ആളുകളോട് എന്താണ് തോട്ടപ്പള്ളിക്കാർ പറയാൻ ആഗ്രഹിക്കുന്നത്? തോട്ടപ്പള്ളിക്കാർ ഞങ്ങൾക്ക് ഈ മണ്ണെടുപ്പ് ഇവിടെ അവസാനിപ്പിക്കണം. ഒരു നല്ല ഒരു കാഴ്ചപ്പാട് ഏത് ഭരണകർത്താക്കൾ വന്നാലും നല്ല ഒരു രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഈ മാതിരിയുള്ള കൊള്ളയ്ക്കും കൊമയ്ക്കും സാധ്യമല്ല. ഈ മണ്ണിടിച്ചിൽ നിർത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾ കുഴഞ്ഞു. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം അത് പറ. ഇപ്പോൾ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്താണോ വീട്? എന്താണ് അവിടെ ഒരു അവസ്ഥ? അവിടെ ഇപ്പം കടലിങ്ങോട്ട് വരുക, ഇങ്ങോട്ട് കയറി വരുക. സീവാള് മൊത്തം പോയിട്ട് കടലടിക്കുന്നെങ്കിൽ ഇപ്പുറത്തോട്ട് സൈഡിലാണ് വന്നടിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നല്ല കുലുക്കവും സംഭവിക്കുന്നു. കരിമണൽ ഖനനത്തിന് എതിരായിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ കരകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഈ പ്രദേശത്തെ വീടുകളും ഈ തീരദേശത്തുള്ള വീടുകളും ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആ മണലാണ് ഇവിടെ വന്ന് അടിഞ്ഞു കയറുന്നത്. അവർ വാരിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഖനനാനുകൂലികൾക്ക് ഞങ്ങൾ എന്തായാലും വോട്ട് ചെയ്യത്തില്ല. ഇവിടെ ഒരിക്കലും കൊടുക്കത്തില്ല. വോട്ട് ചെയ്യാനേ പോകത്തില്ല. അല്ല, ഞങ്ങളുടെ മറ്റു പാർട്ടികൾക്ക് ഇതിന് ഞങ്ങളുടെ കൂടെ സഹകരിച്ച് നിൽക്കുന്നവർക്കൊക്കെ വോട്ട് കൊടുക്കും. സർക്കാരാണ് ഇപ്പോൾ ഈ മണൽ വാരിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ടുപോയിരിക്കുന്ന സർക്കാരാണ്. സർക്കാരിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും. ഞങ്ങൾ ആരും കൊടുക്കത്തില്ല. ഈ പ്രദേശത്തുള്ളവരാരും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വൈകിട്ട് ഒരു സഭ കൂടലുണ്ട്. ഇവിടെ ആൾക്കാരെല്ലാം കൂടി പെണ്ണുങ്ങളും ഒക്കെ ഇങ്ങനെ അയൽക്കൂട്ടക്കാരും ഒക്കെ ഇങ്ങനെ കൂടലുണ്ട്. അവരിൽ നിന്നൊക്കെയുള്ള അഭിപ്രായം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഇങ്ങനെ മിക്കവാറും വരും. പിന്നെ ഒന്നുപറ്റയൊക്കെ ഉണ്ട്. ഒന്നുപറ്റ ആൾക്കാരൊക്കെ അവരുടെ കൂടെ കാണും. അവരുടെ പാർട്ടിയും പിടിച്ച് ഞാൻ കിടക്കുന്നതല്ലേ. അപ്പോൾ അവരവരോടൊക്കെ അനുകൂലിച്ച് നിൽക്കും. വലിയ ശക്തമായ പ്രതിഷേധം കാണിക്കാൻ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. താങ്കളുടെ വീടിന്റെ പിൻഭാഗമാണ് ഏറ്റവും കൂടുതൽ മണ്ണ് പോയ സ്ഥലം. ഇപ്പം ഒരു 100 മീറ്റർ പോലും ഇല്ല. കടല് പിന്നെ ഇപ്പം അടുത്ത കടൽക്ഷോഭം എല്ലാം ഉണ്ടായിരുന്നെ ഇവിടെ എല്ലാം പോകും. ഓരോ ദിവസവും ദുരിത സമാനമായ സാഹചര്യത്തിലൂടെയാണ് മത്സ്യത്തൊഴിലാളികൾ കടന്നു പോകുന്നത്. അതിനുമേൽ ഇരുട്ടടി പോലെയാണ് കരിമണൽ ഖനനം ആലപ്പുഴയുടെ തീരങ്ങളിലേക്ക് എത്തിയത്. വലിയ പ്രതിഷേധവും സങ്കടവും മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്നടങ്കമുണ്ട്. അത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നത് വേണം വോട്ടെണ്ണൽ ദിവസം കാത്തിരുന്നു കാണാൻ. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആലപ്പുഴയെ സംബന്ധിച്ച് നെൽകർഷകരുടെ പ്രശ്നം നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഇത് കാലാകാലങ്ങളിലായി അവിടെയുള്ള വിഷയമാണ്. എന്തായാലും ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നാട്ടിലോട്ടിൽ ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ കാണാം.